ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാംസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ്. എല്ലാ മക്കളും നമ്മുടെ +2 എക്കണോമിക്സ് പഠിക്കുന്ന എല്ലാ മക്കളും ചോദിക്കുന്നുണ്ട്, ഒരുപോലെ ചോദിക്കുന്നുണ്ട്. ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ. മറ്റൊന്നുമല്ല, അത് നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ചാപ്റ്റർ എന്ന് എല്ലാ മക്കളും പറയുന്നുണ്ട്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മിസ് അത് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഈ ചാപ്റ്ററിലുള്ള എല്ലാ കൺഫ്യൂഷനും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൊത്തം ഡിമാൻഡ് ആണല്ലേ. നമ്മുടെ എക്കണോമിയിലുള്ള 4 സെക്ടേഴ്സും, ഹൗസ് ഹോൾഡും ഫേമും എക്സ്റ്റേണൽ സെക്ടറും ഗവൺമെന്റും എല്ലാവരും കൂടിയുള്ള ഡിമാൻഡ്, ഇവരെല്ലാവരും കൂടിയുള്ള മൊത്തത്തിലുള്ള ഡിമാൻഡ്, ഇവരൊക്കെ എത്രത്തോളം പ്രൊഡക്റ്റുകൾ ഡിമാൻഡ് ചെയ്യുന്നു, സർവീസുകൾ ഡിമാൻഡ് ചെയ്യുന്നു, അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡിന് നമുക്ക് 2 കോമ്പണൻസ് ഉണ്ട് അല്ലേ, കൺസംഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും. കൺസംഷൻ നമുക്കറിയാം, നമ്മുടെ കൺസംഷൻ എപ്പോഴും ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. കൺസംഷൻ ഫംഗ്ഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒരു കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്. C = C⁻ + CY എന്നാണ് ആ ഇക്വേഷൻ. ഇതിൽ C⁻ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ ആണ്. അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ പോലും കുറച്ച് കൺസംഷൻ അവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ മെഡിസിൻ, ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഓട്ടോണമസ് കൺസംഷൻ. ഇൻകം 0 ആണെങ്കിലും ഓട്ടോണമസ് കൺസംഷൻ അവിടെ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഈ CY, ഇതിൽ C എന്ന് പറയുന്നത് MPC ആണ്. അതെന്താണെന്ന് നമ്മൾ വഴിയെ മനസ്സിലാക്കും. അതെന്ന് പറയുന്നത് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കൺസംഷൻ ആണ്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ കൺസംഷനും കൂടും, നമ്മുടെ നോർമൽ കൺസംഷൻ. അപ്പൊ ഇൻകത്തിനെ ഇനി മുതൽ നമ്മൾ Y എന്ന് പറഞ്ഞ ലെറ്റർ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓട്ടോണമസ് കൺസംഷനും നമ്മുടെ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറയാം. ഈ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കൺസംഷനെ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറയാം. ഇത് രണ്ടും കൂടെ കൂടിയതാണ് നമ്മുടെ കൺസംഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ I എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു അസംഷൻ ആണ്, ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് I = I⁻ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് I എപ്പോഴും ഓട്ടോണമസ് കൺസംഷൻ അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഈ എല്ലാ മാക്രോ എക്കണോമിക് വേരിയബിൾസിനെയും നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എക്സ്പോസ്റ്റും അതുപോലെ തന്നെ എക്സ് ആന്റിയും. അതിൽ എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വൽ വാല്യൂ ആണ്, ഒരു വേരിയബിളിന്റെ ആക്ച്വൽ വാല്യൂ ആണ്. ഇനി എക്സ് ആന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വേരിയബിളിന്റെ പ്ലാൻഡ് വാല്യൂ ആണ്. ഇപ്പൊ എന്റെ കൺസംഷൻ ഞാൻ അടുത്ത മാസം 1000 രൂപ മാത്രമേ ചെലവാക്കുള്ളൂ എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതെന്റെ എക്സ് ആന്റി കൺസംഷൻ ആണ്. പക്ഷെ ആക്ച്വലി എനിക്ക് 500 രൂപയെ ചെലവായുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്റെ എക്സ്പോസ്റ്റ് കൺസംഷൻ ആണ്. ഇതൊന്ന് ആലോചിച്ച് വെക്കാം, നമുക്ക് 1 മാർക്കിലൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള നേരത്തെ പറഞ്ഞ പോലെ MPCയും MPSഉം. MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് എൻ്റെ ഇൻകം മാറുന്നതിനനുസരിച്ച് എൻ്റെ കൺസംഷനും മാറുമല്ലോ. അപ്പോൾ എൻ്റെ ഇൻകത്തിന്റെ എത്ര പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് കൺസംഷനിൽ വരുന്നത്, അതാണ് MPC എന്ന് പറയുന്നത്. അതിനെ നമുക്കൊരു ഇക്വേഷൻ ഇട്ട് നമ്മൾ പറയാറുണ്ട്, ΔC/ΔY എന്നാണ്. അതുപോലെ തന്നെയാണ് MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. എൻ്റെ ഇൻകം മാറുന്നതിനനുസരിച്ച് അതിനൊരു പ്രൊപ്പോർഷനേറ്റ് മാറ്റം എൻ്റെ സേവിങ്സിലും ഉണ്ടാവുമല്ലോ അല്ലെ. ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. കൂടാണ് സാധാരണ ചെയ്യുക. ദെൻ അതിനെ നമ്മൾ ΔS/ΔY എന്ന് പറയും. പിന്നെ ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് വെക്കണം, നമ്മുടെ ഇൻകത്തിൽ ഒരു ഭാഗം കൺസംഷൻ ആണെങ്കിൽ മറ്റേ ഭാഗം എന്തായാലും സേവിങ്സ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് Y = C+S ആണെന്നുള്ളത് കൂടെ ആലോചിച്ച് വെച്ചേക്കുക കേട്ടോ. ദെൻ അടുത്തതാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ള ടോപ്പിക്, നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുകയാണ് അല്ലെ. അത് ഗ്രാഫിക് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ആൾജിബ്രിക് മെത്തേഡും ഉണ്ട്. അത് 2 സെക്ടർ എക്കണോമിയിൽ മാത്രം കാര്യമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ, ഹൗസ് ഹോൾഡും ഫേമും മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ എങ്ങനെയാണ് ഗ്രാഫിൽ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും വരയ്ക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം എപ്പോഴും ഇക്വിലിബ്രിയം സംഭവിക്കുക സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുമ്പോഴാണ് അല്ലെ. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എത്രയേ ഉള്ളൂ, അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഗ്രാഫ് എപ്പോഴും ഒറിജിനൽ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അതൊരു 45 ഡിഗ്രി ലൈൻ ആയിരിക്കണം. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഗ്രാഫ് എപ്പോഴും A⁻ നിന്ന്, അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ കാണുന്നുണ്ട്. സോ A⁻ നിന്ന് വേണം എപ്പോഴും AD സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം എന്താണ്, ഇൻകം 0 ആണെങ്കിൽ പോലും അവിടെ ആരുണ്ടാവും, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. സോ അതുകൊണ്ട് AD സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും A⁻ നിന്നായിരിക്കണം. ഇവർ രണ്ടുപേരും കൂടി ഈക്വൽ ആവുന്ന ഈ ഇക്വിലിബ്രിയം പോയിന്റിലാണ് നമ്മൾ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഈ
ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ആയ വൈ സ്റ്റാറിനെയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഇനി അങ്ങോട്ടുള്ള 2 ചാപ്റ്ററിലും ഈ ഡയഗ്രാം നമുക്ക് വേണം ബേസ് ആയിട്ട്. സോ ഇതെന്തായാലും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷനിലേക്ക് വരുവാണെങ്കിൽ ഒരു കുഞ്ഞു ഇക്വേഷൻ ഉണ്ട് നമുക്ക് വൈ സ്റ്റാർ നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട്. സി ബാർ പ്ലസ് ഐ ബാർ ബൈ 1 മൈനസ് സി. ഈ സിയെ പരിചയം ഉണ്ടല്ലോ, നമ്മുടെ MPC ആണ് അല്ലേ. സി ബാർ എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഐ ബാർ എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ തന്നെ നമ്മൾ ഈ സി ബാറും ഐ ബാറും ഓട്ടോണമസുകാരാണല്ലോ അല്ലേ. അപ്പോൾ ഇവർ ഒന്നിച്ച് നമുക്ക് എ ബാർ എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്കൊന്ന് റീറൈറ്റ് ചെയ്യാമല്ലോ അല്ലേ. എ ബാർ ബൈ 1 മൈനസ് സി എന്നും കൂടി എനിക്ക് എഴുതാം. ഇതും കൂടി ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ദെൻ അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് മിസ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കൺസംഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സി ബാർ പ്ലസ് സി വൈ എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ഐ ബാറും തന്നിട്ടുണ്ട്. അപ്പോൾ സി ബാർ പ്ലസ് ഐ ബാർ ബൈ 1 മൈനസ് സി എന്നുള്ളതാണല്ലോ. സി ബാർ അപ്പോൾ എത്രയാണ്? 20 ആണ്. ഐ ബാറും 20 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ സി 0.8 ആണ്. സോ നമുക്ക് 40 ബൈ 0.2 ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം നമുക്ക് കിട്ടും 200 ആണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്നും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്തതായിട്ട് ഈ ADയുടെ ഗ്രാഫിൽ ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ അത് ഷിഫ്റ്റ് ആവാം, ചിലപ്പോൾ സ്വിങ് ആവാം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നുകിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൊത്തത്തിൽ മാറുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൽ ADയുടെ ഗ്രാഫിൽ മാറ്റം വരുന്നത് എന്ന് നോക്കാം. സോ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അതായത് ഇൻവെസ്റ്റ്മെന്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AD ഷിഫ്റ്റ് ആണ് ചെയ്യുക. കാരണം എന്താണ്? ഇവിടെ എ ബാറിൽ വരുന്ന ഒരാളാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എ ബാർ മാറുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഷിഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയത്ത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന സമയത്ത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. സിമ്പിൾ ആണ്, പോസിറ്റീവ് റിലേഷൻ ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ AD മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ AD താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് മാത്രം ആലോചിച്ച് വെച്ചേക്കാം. നേരെ മറിച്ച് ഇനി MPC ആണ് മാറുന്നതെങ്കിലോ? MPC മാറുന്ന സമയത്ത് ഒരിക്കലും എ ബാർ മാറില്ല എന്ന് നമുക്കറിയാം. കാരണം MPC ഓട്ടോണമസ് അല്ല. സോ എ ബാറിൽ ഒരു മാറ്റം വരുന്നില്ല. സോ AD സ്വിങ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ. സോ MPC കൂടുന്ന സമയത്ത് നമ്മുടെ AD സ്വിങ് ചെയ്യും മുകളിലേക്ക്, MPC കുറയുന്ന സമയത്ത് AD താഴേക്ക് സ്വിങ് ചെയ്യും. ഇത് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. ദെൻ ഇനി ഈ എല്ലാ ചേഞ്ചും മിസ് ഒരു ടേബിളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MPC കൂടുന്ന സമയത്ത് മുകളിലേക്ക് സ്വിങ് ചെയ്യും. അവിടെ ഇക്വിലിബ്രിയം ADയും ഇക്വിലിബ്രിയം ഇൻകവും ഒക്കെ കൂടുകയാണ് ചെയ്യുക, ഒക്കെ പോസിറ്റീവ് ആണ്. ദെൻ MPC കുറയുന്ന സമയത്ത് നമ്മുടെ AD താഴേക്ക് സ്വിങ് ചെയ്യും. അവിടെ ADയും ഇക്വിലിബ്രിയം ഇൻകം ഒക്കെ കുറയാണ്. ദെൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഷിഫ്റ്റ് ആണ് സംഭവിക്കുക, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയത്ത്. അപ്പോൾ അവിടെയും ഇൻക്രീസ് തന്നെയാണ് ADയും അതുപോലെ തന്നെ നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകവും. പിന്നെ നമ്മുടെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന സമയത്ത് AD താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ADയും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഒക്കെ കുറയാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് 5 മാർക്കിനൊക്കെ ചേഞ്ച് ചോദിച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട്. സോ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു കുഞ്ഞു കോൺസെപ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്താണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിൽ എത്ര മാറ്റം വരുന്നു, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ എത്ര മാറ്റം വരുന്നു, ആ പ്രൊപ്പോർഷണൽ ചേഞ്ച് എന്താണെന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പറയുന്നത്. സോ അതിനെ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ എന്ന് പറയാം. സോ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണല്ലോ, അതുകൊണ്ട് എ ബാർ എന്ന് തന്നെ പറയാം. അതിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ 1/MPS. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം 1/1 മൈനസ് MPC എന്നും പറയാം. കാരണം എന്താണ്? നമ്മുടെ MPC പ്ലസ് MPS എപ്പോഴും 1 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. MPS ഇപ്പം 0.4 ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ നമ്മൾ K എന്ന് വെച്ചിട്ടാണ് ഒരൊറ്റ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സോ MPS 0.4 ആണെങ്കിൽ 1/0.4 എത്രയായിരിക്കും? അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. സോ 2.5 എന്നിട്ടും. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 100 രൂപ കൂടുകയാണെങ്കിൽ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം 250 രൂപ കൂടും എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഒരു കുഞ്ഞു കോൺസെപ്റ്റ് കൂടിയേ പഠിക്കാനുള്ളൂ. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. സോ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, പാരഡോക്സ് എന്ന് പറഞ്ഞാൽ തന്നെ വിപരീതം എന്നാണ് അർത്ഥം അല്ലേ. അപ്പം നമ്മളെല്ലാം ചിന്തിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും എല്ലാ ആളുകളും സേവിങ്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ എന്താണ്? എക്കണോമിയുടെ ടോട്ടൽ സേവിങ്സ് കൂടും എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല. ഒന്നുകിൽ എക്കണോമിയുടെ ടോട്ടൽ സേവിങ്സ് കുറയും, അല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയി തന്നെ ഇരിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ഇഫ് ഓൾ ദ പീപ്പിൾ ഇൻ ദ എക്കണോമി ഇൻക്രീസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ദേ സേവ്, എല്ലാവരും സേവിങ്സ് കൂട്ടുകയാണ്, ടോട്ടൽ വാല്യൂ ഓഫ് സേവിങ്സ് ഇൻ ദ എക്കണോമി വിൽ നോട്ട് ഇൻക്രീസ്, അത് കൂടുമെന്നായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ, പക്ഷെ അത് കൂടില്ല. നേരെ മറിച്ച് എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ എയ്തർ ഡിക്ലൈൻ, അല്ലെ, അത് ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയി തന്നെ ഇരിക്കും. ഇത് പറയുന്നതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് മിസ് വർക്കിംഗ് ആവുന്നേ എന്നൊരു സംശയം ഉണ്ടാവും. മിസ് പറഞ്ഞുതരാം. ഇപ്പം നമ്മളെല്ലാവരും സേവിങ്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസംഷൻ ആണ് അവിടെ കുറയുന്നത്, അല്ലേ. അപ്പം നമുക്ക് ഇന്നിന് സാധനങ്ങൾ വേണ്ട, സാധനങ്ങളോടൊന്നും നമുക്ക് ഡിമാൻഡ് ഇല്ല, സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞു, അല്ലേ. ഡിമാൻഡ് കുറയുമ്പോൾ പിന്നെ അവിടെ കൂടുന്നത് ആരായിരിക്കും, സപ്ലൈ ആയിരിക്കും, അല്ലേ. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ കൂടി നിൽക്കുകയാണ്, അതായത് മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ആരും വാങ്ങാതെ കെട്ടിക്കിടക്കുകയാണ്, ആർക്കും വേണ്ട. സോ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ എന്ത് വിചാരിക്കും, ഓക്കെ ഇനി പ്രൊഡക്ഷൻ കുറച്ചേക്കാം, കാരണം ഇനിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും, സോ പ്രൊഡക്ഷൻ കുറയ്ക്കാം എന്ന് തീരുമാനിക്കും. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ജോലി പോകും. അതൊക്കെ നമ്മൾ തന്നെയാണ്, അല്ലേ, ഈ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ തന്നെയാണ്. സോ നമുക്കൊന്നും ജോലിയില്ല, നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പോൾ ഇനി പൈസ ഇല്ലെങ്കിൽ, പൈസ ഉണ്ടെങ്കിലല്ലേ സേവ് ചെയ്യാൻ പറ്റൂ, അപ്പോൾ നമുക്ക് പൈസ ഇല്ല, സോ സേവിങ്സ് ഇല്ല. അപ്പോൾ സേവിങ്സ്, എക്കണോമിയുടെ ടോട്ടൽ സേവിങ്സ്, എല്ലാവരുടെയും സേവിങ്സ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് എന്തായി, അതൊന്നുകിൽ കുറയുകയോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കുകയോ ആണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നമ്മുടെ ഡിറ്റർമിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, എക്സാമുകളൊക്കെ നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.